നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളൊരു ആകുലത പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാറുകളിലേക്ക് പോകണമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കാണ് ഇലക്ട്രിക് കാറുകൾ ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. ഇനി ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയാൽ എങ്ങനെ നമുക്ക് അത് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിലേ കൂടാതെ നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരു വാഹനം ഉപയോഗിക്കണം, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഒരുപാട് ദൂരം നിങ്ങൾ സഞ്ചരിക്കേണ്ട ആളാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കുക. ഇലക്ട്രിക് കാറുകൾ പ്രത്യക്ഷത്തിൽ വളരെയധികം കോസ്റ്റ് കുറവുള്ളതായിട്ടും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടും അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് വളരെ കുറവായിട്ടും നമുക്ക് തോന്നുമെങ്കിലും പ്രയോഗത്തിൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇലക്ട്രിക് കാറുകൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യത 100% ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 70 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ, 70നും 100നും ഇടയിൽ സഞ്ചരിക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കാം. ഇനി ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത്, അത് വാങ്ങുമ്പോൾ നമ്മൾ മാനസികമായി കുറേ തയ്യാറെടുപ്പുകൾ നടത്തണം. നമ്മളൊരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു ആ രീതിയിലാണ് നമ്മൾ ഇലക്ട്രിക് കാർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് മൊബൈൽ ഫോണും ഇതും തമ്മിലുള്ള ഒരു കോറിലേഷൻ? മൊബൈൽ ഫോൺ നമ്മൾ കൃത്യമായിട്ട് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലറിയാം ഇന്ന സമയം അത് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് നമുക്കത് ചാർജ് ചെയ്ത് തീർക്കാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. ഇനി ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് കണക്ഷൻ നിങ്ങൾ വാങ്ങുന്ന കാറുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കാറ് നിങ്ങളുടെ വീട്ടിലുള്ള ഇലക്ട്രിക് കണക്ഷൻ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ MGയുടെ ZSEV എന്ന് പറയുന്ന മോഡലെല്ലാം 3 ഫേസ് കണക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് 3 ഫേസ് കണക്ഷൻ അല്ലാത്ത ഒരു കണക്ഷനിൽ നിങ്ങൾ ഈ വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഇലക്ട്രിക് അല്ലെങ്കിൽ നിങ്ങളുടെ വയറിങ്ങിന് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കാര്യക്ഷമമായിട്ട് ഈ വാഹനം ചാർജ് ചെയ്യുന്നതിൽ അത് കൃത്യമായിട്ട് നെഗറ്റീവായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യും. ഇനി ടാറ്റയുടെ നെക്സോൺ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3 ഫേസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. സാധാരണ സിംഗിൾ ഫേസ് കണക്ഷനിൽ നിന്നും അത് ചാർജ് ചെയ്യാം. രണ്ടാമത്, നിങ്ങൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ വാഹനം ജസ്റ്റ് ചാർജ് ചെയ്യാൻ ഓൺ ചെയ്യുന്നു, നിങ്ങൾ പോയി കിടന്നുറങ്ങുന്നു, 8 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് ഫുൾ ചാർജ് ആകും എന്ന ധാരണയിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നമ്മൾ മൊബൈൽ ഫോണെല്ലാം ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ചില സമയത്ത് അത് ചാർജ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ പ്ലഗ് ഓൺ ചെയ്യും, ചിലപ്പോൾ നമുക്ക് തരുന്ന ആ ചാർജറിൽ അത് ബ്ലിങ്ക് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വാഹനം തുറന്ന് വാഹനത്തിനകത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനത്തിൻ്റെ അരികിൽ നിന്നും മാറാവുള്ളൂ. അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് വാഹനം ചാർജ് ആയിട്ടുണ്ടായില്ല. ഇനി ഇലക്ട്രിക് കാറിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗാർഹിക ഉപയോഗത്തിലുള്ള വൈദ്യുതിയുടെ നിരക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഗാർഹിക ഉപയോഗത്തിൽ പല സ്ലാബുകളായിട്ടാണ് ഈ വൈദ്യുതിയുടെ നിരക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ഉപയോഗം കൂടെ വരുന്ന സമയത്ത് സ്ലാബ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ഉയർന്ന താരിഫ് വെച്ച് നോക്കിയാൽ പോലും പേപ്പറുകളിൽ നമുക്ക് ഇലക്ട്രിക് കാർ ലാഭകരമാണ്. ഇനി ഇലക്ട്രിക് കാറുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ KSEB ആണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അത് ഭാവിയിൽ ഉയരും, തീർച്ചയാണ്. അതുപോലെ തന്നെ സിയോൺ എന്നൊക്കെ പറയുന്ന തേർഡ് പാർട്ടി കമ്പനികൾ അവരുടെ ചാർജിങ് വളരെ നല്ല സർവീസാണ് അവർ കൊടുക്കുന്നത്. അവരുടെ ചാർജിങ് പോർട്ടുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു യൂണിറ്റിന് 20 രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ പോലും പെട്രോൾ കാറുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ലാഭകരമാണ്. ഇനി ഇലക്ട്രിക് കാറുകൾക്ക് പെട്രോൾ കാറുകൾ പോലെയുള്ള വലി അല്ലെങ്കിൽ ടോർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്രോൾ നെക്സോൺ ഒരു കമ്പാരിസന് വേണ്ടി മാത്രം എടുക്കുന്നു എന്നേ ഉള്ളൂ. നെക്സോൺ ഡീസൽ പെട്രോളിനേക്കാൾ കൂടുതൽ ടോർക്ക് ആർക്കുണ്ട്? ഇലക്ട്രിക് നെക്സോണിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിലൊരു വറീഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾക്ക് നല്ല ടോർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെവിടെ നിന്നാണ് പവർ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫ്യൂൽ ഉപയോഗിച്ചാണ് പവർ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. വാഹനം 129 Nm ടോർക്കാണ് ഇലക്ട്രിക് നെക്സോണിനുള്ളത്. അത് ഏത് കയറ്റവും വലിക്കാൻ കാര്യക്ഷമമാണ്. അത് മാത്രമല്ല, ഈ കോനയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇനീഷ്യലി ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ടോർക്ക് നെക്സോണില്ല. അതുകൊണ്ട് തന്നെ ഒരു പെട്രോൾ കാറിൻ്റെ ഒരു
ലോവർ ആയിട്ടുള്ളൊരു ആർ പി എത്തിൽ നിന്നും ഹയർ ആർ പി എത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ടോർക്ക് വളരെ കുറഞ്ഞ് പിന്നീട് കൂടുതൽ ടോർക്കിലേക്ക് എത്തുന്ന ആ ഒരു പ്രതീതി നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാട്ടർ വേഡിങ് അല്ലെങ്കിൽ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ വാഹനം ഇറക്കുമ്പോൾ വാഹനം ഓഫായി പോകുമോ എന്നുള്ളതാണ്. ഒരിക്കലും വാഹനം ഓഫായി പോകത്തൊന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് വാഹനം സഞ്ചരിക്കും. അതായത് ഒരു പെട്രോൾ കാർ പോകുന്ന അതേ ലെവലിൽ തന്നെ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയിൽ തന്നെ ഇലക്ട്രിക് കാറുകളും സഞ്ചരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഇനി ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ചാർജിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പെട്രോൾ കാറിൻ്റെ പവർ ലാഗ് ചെയ്യും. അത് ഉറപ്പാണ്. ആ ഒരു ലാഗിങ് നിങ്ങൾ വളരെ ഉയർന്ന ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വാഹനം സഞ്ചരിക്കും. വളരെ പതുക്കെയാണെങ്കിൽ പോലും വാഹനം ആ കയറ്റം കയറി കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്ത് ആ വാഹനം എത്തും. ഇനി ഏറ്റവും പ്രിഫറബിളായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവരുടെയും വറി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി ഒരു 5 വർഷമോ 8 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിയുമ്പോൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ 5 വർഷമോ 8 വർഷമോ കഴിയുമ്പോൾ ബാറ്ററി മുഴുവനായിട്ട് മാറുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബാറ്ററിക്കകത്തുള്ള ഈ സെല്ലുകൾ കുറേ നശിക്കും. അപ്പോൾ ആ സെല്ലുകൾ മാത്രമായിരിക്കും നമ്മൾ മാറേണ്ടത്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ചാർജിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 4 തവണ സ്ലോ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 തവണ ഫാസ്റ്റ് ചാർജ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ 1 തവണ നിങ്ങൾ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ 4 തവണ വീട്ടിൽ വെച്ചിട്ടുള്ള സ്ലോ ചാർജിങ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തമം. സ്ലോ ചാർജിങ് ആണ് എപ്പോഴും ബാറ്ററിയുടെ ഹെൽത്തിന് വളരെ നല്ലത്. അതായത് വലിയ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈ പവർ കയറി വരുന്ന സമയത്ത് ബാറ്ററിക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പെട്രോൾ വാഹനവും ഡീസൽ വാഹനവും ഇലക്ട്രിക് വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിലയാണ്. വളരെ അധികം വിലയാണ്. ഇപ്പോൾ ഏറ്റവും ടിഗോർ EV ഒക്കെയാണ് ഒരു 13-14 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലഭിക്കുക. നെക്സോണൊക്കെ 17 ലക്ഷം രൂപ അല്ലെങ്കിൽ 18 ലക്ഷം രൂപയിലേക്കൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കോന എന്ന് പറയുന്ന മോഡലും അതുപോലെ MGയുടെ ZS EV എന്നൊക്കെ പറയുന്നതും 26-28 ലക്ഷം രൂപയിലേക്കൊക്കെ വരികയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഈ ചാനലിൽ കൂടുതൽ സംസാരിക്കുന്നത്. അവനാണ് അവൻ്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു പെട്രോൾ വാഹനം വാങ്ങിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പെട്രോൾ വാഹനം വാങ്ങിക്കുന്നു, 17 ലക്ഷം രൂപയുടെ ഒരു ഇലക്ട്രിക് കാർ മേടിക്കുന്നു. 7 ലക്ഷം രൂപ അവിടെ ഡിഫറൻസ് ഉണ്ട്. ഈ 7 ലക്ഷം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പെട്രോൾ കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓഫീസ് പർപ്പസിന് അത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 75 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്രോൾ കാർ ഒഴിവാക്കി അല്ലെങ്കിൽ ഡീസൽ കാർ ഒഴിവാക്കി ഇലക്ട്രിക് കാറുകളിലേക്ക് പോകാം. ഇനി അതല്ല, നിങ്ങൾ വാഹനം വാങ്ങിച്ച് പെട്രോൾ കാർ ഇടുന്ന പോലെ ഷെഡിലിടുന്നു, ആഴ്ചയിൽ 1 തവണ ഓടിക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വാഹനത്തിന് കംപ്ലയിൻറ്റ് വരും. ആ വാഹനം നിങ്ങൾക്കൊരു തലവേദനയായിട്ട് മാറും. അതുപോലെ നമ്മൾ ഈ വാഹനമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. ഏകദേശം ഇത്ര റേഞ്ച് ഓടിക്കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത്. കാരണം നമ്മൾ പുറത്തേക്ക് വാഹനം കൊണ്ട് പോകുന്നു, അവിടെ വെച്ച് നമുക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് വാഹനം എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിന് സാധിക്കണം എന്നില്ല. അപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കൃത്യമായൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ല, നമ്മളൊരു 100 കിലോമീറ്റർ കൺസെപ്റ്റിൽ പോകുന്നു, ഏകദേശം ഒരു 70 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നീട് നമ്മളൊരു 60 കിലോമീറ്ററും കൂടി പോകാനുള്ള ഒരു ആവശ്യം നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാറ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ കയറ്റങ്ങളും ഈ കാറ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറ് വളരെ കൃത്യമായിട്ട് വളരെ പവർഫുള്ളോടുകൂടി കയറിപ്പോകും. ഈ ലിംബ് മോഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ പവർ ലാഗ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 20% അല്ലെങ്കിൽ ഒരു 15 താഴത്തേക്ക് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു പവർ ലാഗ് ഉണ്ടാകുന്നുള്ളൂ. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഇതിന് കുറവാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവീസ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും കുറവെന്ന് പറയുന്നത് ഈ വാഹനം ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യണം. ഡെയിലി യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ഈ വാഹനം പോർച്ചിൽ ഷെഡിലിട്ടിട്ട് ഉപയോഗിക്കാതിരുന്നാൽ വാഹനം കംപ്ലൈൻറ്റുകൾ കാണിച്ചു തുടങ്ങും. ഇനി പെട്രോൾ കാറുകൾ അല്ലെങ്കിൽ ഡീസൽ കാറുകൾ ഒഴിവാക്കി ഇലക്ട്രിക് കാറുകൾ മേടിക്കുന്ന സമയത്തുള്ള ലാഭനഷ്ട കണക്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പേപ്പറിൽ കാണുന്ന ലാഭനഷ്ട കണക്കുകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു യൂട്യൂബിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റിവ്യൂ കാണുമ്പോഴോ അതും നിങ്ങൾ പാർഷ്യലായിട്ട് എടുത്താൽ മതി. ഒരു യൂസർ, ഒരു ഓണർ, ഈ വാഹനം വാങ്ങിച്ച് ഉപയോഗിച്ച ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പോൾ ഏത് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെക്സോൺ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നെക്സോണേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും ഇലക്ട്രിക് നെക്സോണിന്. കാരണം അതിൻ്റെ ബാറ്ററി പാക്ക് ഫ്ലോറിലാണ് വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ വാഹനത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ല കോണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.